ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ഇന്ത്യൻ സംസ്കാരം പേറി ജീവിക്കുന്ന ആൾക്കാരുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മൗറീഷ്യസിലേക്കാണ്. ധാരാളം ബീച്ചുകളുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൗറീഷ്യസ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട്. കൂട്ടത്തിൽ വടക്കേ ഇന്ത്യയിലുള്ള യുവമിഥുനങ്ങളാണ് ഏറ്റവും കൂടുതലായി എത്തുന്നത്. മലയാളികൾക്ക് ഇങ്ങനെ ഒരിടമുണ്ടെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതും കൂടെയാണ് ഇന്നത്തെ ലോകകാഴ്ചയിലെ എൻ്റെ ഉദ്ദേശം. അവരവരുടെ സന്തോഷത്തിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്കും കളിസ്ഥലങ്ങളിലേക്കും ബോട്ടിൽ പുറപ്പെടുകയാണ് സഞ്ചാരികൾ. മൗറീഷ്യസിലെ ബീച്ചുകളിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരെയെല്ലാം കൃത്യമായി സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കും. ഓളങ്ങളിൽ അലമാല തീർത്തുകൊണ്ട് എൻ്റെ ബോട്ട് മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരുന്നു. തിരമാലകൾ എത്ര ഇളകി മറിഞ്ഞാലും സഞ്ചാരികൾ എത്ര ആർത്ത് ഉല്ലസിച്ചാലും ബോട്ടിൻ്റെ ഡ്രൈവർക്ക് മനസ്സിന് ഒരു ഇളക്കവുമില്ല. തൻ്റെ തൊഴിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ് ഡ്രൈവർ. നദിക്കരയിൽ കണ്ടത് കണ്ടൽ ചെടികളല്ല, പ്രകൃതി തന്നെ ഒരുക്കിയ കണ്ടൽ വനങ്ങളാണ്. നദിയുടെ ഇരുകരകളെയും സംരക്ഷിക്കാൻ ഏറെ ഗുണപ്രദമാണ് ഈ കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികളെ നട്ടുവളർത്തി മണ്ണിടിച്ചിലിൽ നിന്നും നദികളെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്ന കേരളത്തിലെ കല്ലേൽ പൊക്കുടൻ എന്ന പരിസ്ഥിതി സ്നേഹിയെ ഒരു നിമിഷം മൗറീഷ്യസിൽ വെച്ചും ഞാൻ ഓർത്തുപോയി. ഇപ്പോൾ അകലെ തീരത്തോട് ചേർന്ന് മനോഹരമായ ഒരു വീടും ബോട്ട് അടുപ്പിക്കുന്നതിനുള്ള യാർഡും കാണാം. അവിടെയാണ് എൻ്റെ ബോട്ട് അടുപ്പിക്കേണ്ടത്. വേഗത കുറഞ്ഞ് എൻ്റെ ബോട്ട് തീരത്തേക്ക് അടുക്കുന്നു. സംഗീത പ്രേമിയായ ഒരു സായിപ്പ് യാത്രയ്ക്ക് ഒപ്പം തന്നെ തൻ്റെ ഗിത്താറും കൊണ്ടാണ് വന്നിട്ടുള്ളത്. തീരത്തണഞ്ഞ ബോട്ടിൽ നിന്നും കാഴ്ചകൾ കാണാനുള്ള ആവേശത്തിൽ സന്ദർശകർ ചാടിയിറങ്ങി. പാരാസെയിലിംഗ് നടത്തുന്നതിന് ടിക്കറ്റുകൾ എടുക്കുന്ന കൗണ്ടറിലേക്ക് ഞാൻ പോയി. ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. ഇന്ത്യൻ വംശജരായ മൗറീഷ്യസ്കാരാണ് കൂടുതലായും കൗണ്ടറിൽ കണ്ടത്. കൂട്ടത്തിൽ ഒരു യൂറോപ്യൻ വംശജയെയും കണ്ടു. അവരെ ഞാൻ ക്യാമറയിൽ പകർത്തുന്നതിനിടയിൽ എൻ്റെ മുഖത്ത് നോക്കി ഹലോ സാർ എന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി. അവരെ ക്യാമറയിൽ പകർത്തുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു. ക്യാമറയിൽ പകർത്തുകയാണെങ്കിൽ
ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കാമായിരുന്നല്ലോ എന്നാണ് അവർ എന്നോട് ഹലോ എന്ന് പറഞ്ഞതിനർത്ഥം. പിന്നെ അവർ എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി ചിരിച്ചുകൊണ്ടേയിരുന്ന് ജോലി ചെയ്തു. പാരാസെയിലിങ്ങിലും ദ്വീപിലും പാലിക്കേണ്ട കാര്യങ്ങൾ ജീവനക്കാരൻ യാത്രക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. You can see the color of the water changes from white to dark blue. Where it's white, it's shallow water, water till your knees. Where it goes dark blue, it goes 10-5 meters over there. So if ever you are playing or swimming on this part of the beach, please never cross the ciel de river again. Am I clear on this? We've got 48 accidents over here. So please be careful. Don't do the 49s today. Okay? എൻ്റെ ലോകയാത്രയിൽ പല രാജ്യങ്ങളിലും ശരീരം കൊണ്ടും ചലനം കൊണ്ടും ആസ്വദിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇക്കൂട്ടരിൽ ആഫ്രിക്കൻ വംശജരാണ് കൂടുതൽ. അങ്ങനെ ഒരാളെ മൗറീഷ്യസിലെ ഈ ബീച്ചിലും ഞാൻ കണ്ടു. അദ്ദേഹത്തെ പരിചയപ്പെട്ട ഞാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞു. Yes. Mauritius Island. Yes. The real big islands that we have in Indian Ocean. Okay. And welcome everybody, and you will be always welcome to our place. Pick up. Thank you. You're welcome. Look, I am from India. Can you see? Your name? Your name? Me, my name is Kyle. Kyle. I come from Mauritius. I am a singer from here. Can you sing a song for India? In Indian song? No. In Mauritius song? Yeah. Okay, what kind of song you like? Reggae music? Yeah, music. Okay. Reggae raga dan sol vina tegelo nu sol. Asa tu ban sol dan nu biza asim nu hol nu biza medley high yes for two people. Kone bakata dan to visot mari cool. In 10 minutes. Good to go. Good to go. Okay. Okay, very nice. No. I finish. Is on it. Finish? Yeah. No, you have finish. I have to finish it all. No, I give you a small one and it's okay. Next. എനിക്ക് വേണ്ടി പാട്ട് പാടിയ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുന്ന തെയിൽ എന്ന കൂട്ടുകാരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. നമ്മുടെ കേരളം പുഴകളും തോടുകളും കീഴ്ക്കാൻ തൂക്കായ പ്രദേശങ്ങളും ചേർന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ താണ്ടി പോകാൻ പല രീതിയിലും ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. പാലങ്ങളില്ല, കടത്തുകളില്ല തുടങ്ങി കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ താണ്ടി പോകാൻ പരിഹാരം കണ്ടെത്താൻ സ്വമേധയാ ആരും ശ്രമിക്കാറില്ല. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെ താണ്ടിപ്പോകാമെന്ന് പാഠം പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള പാലങ്ങളുടെ കാഴ്ച മൗറീഷ്യസിൽ ഞാൻ കണ്ടു. പെട്ടെന്ന് നമുക്ക് തന്നെ കെട്ടിയുണ്ടാക്കാവുന്ന പാലങ്ങളുടെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. വലിച്ചു കെട്ടിയ കയറിൽ തടി കഷണങ്ങൾ കെട്ടിത്തൂക്കി അതിൽ ചവിട്ടി കയറിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നതാണ് ആദ്യത്തെ രീതി. മുകളിൽ 2 ബലമുള്ള കയറുകളും അടിഭാഗത്ത് ഒരു കയറും കെട്ടി മുകളിലത്തെ കയറിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര. ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം. മുകളിൽ 2 വടം കെട്ടി അതിൽ കയറുകൾ കെട്ടിത്തൂക്കി അതിലൂടെയുള്ള യാത്ര. അല്പം സാഹസികതയാണെങ്കിലും കുറച്ച് ചരിച്ചു കെട്ടിയ ഇരുമ്പ് വടത്തിലൂടെയുള്ള യാത്ര പാലത്തിൽ നടന്നു പോകുന്നതിനേക്കാളും വേഗത്തിൽ ഈ രീതിയിൽ പെട്ടെന്ന് മറുകരയെത്താം. രണ്ടു കയറുകളിൽ
മുളന്തടികൾ കെട്ടിയിട്ട് അതിൽ ചവിട്ടിയുള്ള മറുകര എത്താനുള്ള സംവിധാനം എത്ര ലളിതം. ഇനി കയറും പലകയും ഉപയോഗിച്ചുള്ള പാലമാണ്. 2 കയറിൽ കാലെടുത്ത് വയ്ക്കത്തക്ക അകലത്തിൽ പലക കഷണങ്ങൾ കെട്ടിവെച്ച് അതിൽ ചവിട്ടി മുകളിലത്തെ കയറിൽ പിടിച്ചുകൊണ്ടുള്ള അക്കരപ്പോക്ക്. ജീവിതത്തിൻ്റെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം മാറാൻ, പിരിമുറുക്കങ്ങളെല്ലാം മറക്കാൻ ഈ കടലോരം തിരഞ്ഞെടുത്ത് എത്തിയിരിക്കുകയാണ് 2 യൂറോപ്യർ. എല്ലാം മറന്നുള്ള അവരുടെ നടത്തം. അവർ നടക്കുന്നത് കണ്ടപ്പോൾ ആ മണൽപ്പരപ്പിലൂടെ നടക്കാൻ എനിക്കും ഒരു മോഹം. ക്യാമറ ഒരിടത്ത് വെച്ച് ഞാനും ഓരം ചേർന്ന് മണലിലൂടെ കുറേ ദൂരം നടന്നു. മൗറീഷ്യസിൻ്റെ പോർട്ട് ലൂയിസ് റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഇന്ത്യൻ സംഘത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള കുറേ ദമ്പതികളും ഉണ്ടായിരുന്നു. അവർക്ക് പാരാസെയിലിങ്ങിൻ്റെ കുറേ ഫോട്ടോകൾ എടുത്തു കൊടുക്കാമോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ അവരോടൊപ്പം ഞാനും പാരാസെയിലിങ്ങിനായി പുറപ്പെട്ടു.